ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മള് ഇന്ന് എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മളിപ്പോ ഇൻവെന്ററി മാനേജ്മെന്റ് ആണ് അല്ലെ. ഇൻവെന്ററി മാനേജ്മെന്റ് ടെക്നിക്സ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി അല്ലെ, ഇക്കണോമിക് ഓർഡറിങ് ക്വാണ്ടിറ്റി നമ്മൾ പഠിച്ചു. അതിന്റെ ഇക്വേഷൻ ഒക്കെ ഫോർമുലയൊക്കെ പഠിച്ചു. √2CO ഡിവൈഡ് ബൈ I ആണെന്ന് പഠിച്ചു. അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ചെയ്തിരുന്നു. ഒരു പ്രോബ്ലം ഞാൻ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് തരികയും ചെയ്തു. അപ്പോ ആരൊക്കെ ചെയ്തോ ചെയ്തില്ലേ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ആ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോ ഒരു 80-85 പേരുടെ അടുത്ത് കണ്ടിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. കുറച്ച് കുട്ടികൾ 2-3 പേര് സ്ഥിരമായിട്ട് നമുക്ക് കമന്റ് ചെയ്യുകയും കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്ന 2-3 പേരുണ്ട്. ബാക്കിയുള്ള ആളുകളുടെ കാര്യങ്ങളൊന്നും അറിയില്ല. അവർ കാണുന്നുണ്ടോ, ഫോളോ ചെയ്യുന്നുണ്ടോ? ഞാൻ നിങ്ങളോട് വീണ്ടും റിക്വസ്റ്റ് ചെയ്യാണ്. നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ട് പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, ഈ വീഡിയോ നിങ്ങൾ എക്സാമിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഓരോ വീഡിയോസും അപ്ലോഡ് ചെയ്യുമ്പോൾ ആ വീഡിയോ കൃത്യമായിട്ട് കണ്ടതിന് ശേഷം അതിലെന്താണോ, അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ലാസ്റ്റ് തന്നത്. അപ്പൊ ആ ക്വസ്റ്റ്യൻ ചെയ്തില്ലേ, ഡൗട്ട്സ് ഉണ്ടോ? അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക മാക്സിമം. ഞാനുമായിട്ട് എന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ യൂട്യൂബിലായതുകൊണ്ട് നിങ്ങളുടെ ലൈക്സിലൂടെ കമന്റ്സിലൂടെ, ഇപ്പോൾ എനിക്കറിയാം 3 ലൈക്കാണ് എനിക്ക് ആ വീഡിയോക്ക് കിട്ടിയിരിക്കുന്നത്. അതിൽ റെഗുലർ ആയിട്ട് കാണുന്ന 2-3 കുട്ടികൾ സ്ഥിരമായിട്ട് നമ്മളുടെ വീഡിയോസ് കണ്ട് കമന്റ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവര് വഴിയാണ് നമുക്ക് അറിയുന്നത്. അവരായിരിക്കാം അത്, എനിക്ക് അങ്ങനെ തോന്നുന്നു. ബാക്കിയുള്ളവർ കാണുന്നുണ്ടോ? എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ആര് കാണുന്നു, എവിടെ കാണുന്നു, നമുക്ക് പഠിക്കുന്നവർ തന്നെയാണോ, ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ തന്നെയാണോ കാണുന്നത് എന്നുള്ള യാതൊരു ഐഡിയാസും എനിക്കില്ല. അപ്പൊ ഇത് വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ നിങ്ങളോട് പറയാനേ പറ്റുള്ളൂ അല്ലേ. നിങ്ങൾ ആരാ, എന്താ, എവിടെ ഇരുന്നാ കാണുന്നത്, എത്ര പേര് കാണുന്നുണ്ട്, ഇതിൽ എത്ര പേര് വീഡിയോസ് കണ്ട് പഠിക്കുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ മനസ്സിലാകുന്നുണ്ടോ, ഇതൊന്നും എനിക്കറിയില്ല. യാതൊരു ഐഡിയ ഇല്ല. ഒരു 4-5 പേരൊഴിച്ചാൽ, ഈ 4-5 പേരിൽ തന്നെ ഡെയിലി ഓരോ വീഡിയോസും അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, കമന്റ് ചെയ്യുന്ന 2 പേരുണ്ടാവും. അല്ലെങ്കിൽ ചില ദിവസങ്ങളാണെങ്കിൽ ഒരാളുണ്ടാവും. അങ്ങനെ ഒരു രീതിയിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്കറിയാം നിങ്ങളെല്ലാവരും ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മോട്ടീവ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ലക്ഷ്യമുണ്ട്, ഒരു എക്സാം ക്ലിയർ ചെയ്യുക. അപ്പൊ അതിന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ ഈ ചാനൽ കാണാനിടയായത്, കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഫോളോ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ എക്സാമിന്റെ ടൈം വരെ എങ്കിലും, അതിനുശേഷം ഞാൻ ഈ ചാനൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകും. എൻ്റെ വീഡിയോസ് ഞാൻ അതിനുശേഷം PSC റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യും. മറ്റ് ജനറൽ PSCക്കുള്ള വീഡിയോസ് ആണ് ഞാൻ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മളൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കൂടെയുള്ള ഒരാള്, അതായത് ഞാനിപ്പോ നിങ്ങളുടെ കൂടെ, നമ്മൾ പറഞ്ഞില്ല കമ്പൈൻ സ്റ്റഡി പോലെ അത് തുടങ്ങുന്ന, ഞാൻ എപ്പോഴും ആവർത്തിച്ചു പറയാണ്. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് തീർച്ചയായിട്ടും തരണം. ഇനി ഞാൻ ഈ വീഡിയോയ്ക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്, കാണുന്നവരുടെ ഒരു 50% കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ 50% ഒരു ലൈക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. 100 പേര് കണ്ട 50 പേര് ലൈക്ക് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്, കാണുന്നവരാണെങ്കിൽ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും, ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയാണ്, നിങ്ങൾ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, 1 സെക്കൻഡ് നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കും. പിന്നെയും സമയമുണ്ട്. കുറച്ചുകൂടെ എന്താ പറയാ, നിങ്ങളുടെ ഒരു സ്നേഹം പ്രകടിപ്പിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഒരു കമന്റും കൂടെ ചെയ്തേക്കാം. ഓക്കെ. അപ്പൊ നമുക്ക് ഇൻവെന്ററി മാനേജ്മെന്റ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് സെക്കൻഡ് ടെക്നിക്ക് ആയിട്ടുള്ള സ്റ്റോക്ക് ലെവൽസ് ഓഫ് മെറ്റീരിയൽസ് പഠിക്കാം. അപ്പോ സെക്കൻഡ് ഒരു ടെക്നിക്കാണ്, ഇൻവെന്ററി മാനേജ്മെന്റിനുള്ള ഒരു ടെക്നിക്കാണ് സ്റ്റോക്ക് ലെവല് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ മെറ്റീരിയലിന്റെ എപ്പോഴും നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്
പറയുന്നത് ഇൻവെന്ററി മാനേജ്മെന്റിൽ നമ്മൾ മെറ്റീരിയലിന്റെ കോസ്റ്റ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മെറ്റീരിയൽ ഏറ്റവും മിനിമത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷനെ തടസ്സപ്പെടുത്താത്ത രീതിയിൽ, എന്നാൽ ഓവറായിട്ട് മെറ്റീരിയൽസ് അങ്ങനെ അങ്ങോട്ട് സ്റ്റോറിൽ കുന്നുകൂടി കിടക്കുന്ന രീതിയിൽ പർച്ചേസ് ചെയ്യാതെ നമുക്ക് അഡീക്വേറ്റ് പ്രൊഡക്ഷന് വേണ്ടുന്ന രീതിയിൽ ഒരു മെറ്റീരിയലിൽ ഒരു ലെവൽ ഫിക്സ് ചെയ്യാന്നുള്ളതാണ് ഇവിടെ സ്റ്റോക്ക് ലെവൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓവർ ആയാലും കുഴപ്പമാണ്, മിനിമത്തിൽ കുറഞ്ഞാലും കുഴപ്പമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഒരു ലെവല് വിട്ട് താഴ്ന്നു പോയാൽ അത് പ്രൊഡക്ഷനെ അഫക്റ്റ് ചെയ്യും. ഇനി ഒരു ലെവലിൽ കൂടുതലായാലോ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ അതിൽ ബ്ലോക്കായി കിടക്കും. അപ്പൊ നമുക്ക് അവിടെ നഷ്ടസാധ്യതകൾ ഒരുപാടാണ്. അപ്പോൾ നമ്മൾ ഒരു ബിസിനസ്സിൽ നമ്മൾ എന്ത് ചെയ്യണം? പല ലെവൽസ് ഇവിടെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ ലെവൽസ് ഫിക്സ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയലിൽ നല്ലൊരു കൺട്രോൾ കൊണ്ടുവരാനായിട്ട്, ഇൻവെന്ററിയെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അത് ഏതൊക്കെ ലെവൽസ് ആണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഡിഫറെന്റ് സ്റ്റോക്ക് ലെവൽസ് ആർ, ആദ്യം തന്നെ നമ്മുടെ ഒബ്ജക്റ്റ് പറയാം. ദ ഒബ്ജക്റ്റ് ഓഫ് ഫിക്സിംഗ് സ്റ്റോക്ക് ലെവൽസ് ഫോർ ഈച്ച് ഐറ്റം ഓഫ് മെറ്റീരിയൽ ഈസ് ടു മെയിൻറ്റെയിൻ റിക്വയർഡ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് ഇൻ ദ സ്റ്റോഴ്സ് ആൻഡ് ദെയർബൈ എക്സ്പെൻസസ് മേ ബി റെഡ്യൂസ്ഡ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്റ്റോക്ക് ലെവൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് ലെവൽ ഫിക്സ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയൽസ് എന്ത് ചെയ്യുക, ആവശ്യമുള്ള അത്രയും മെറ്റീരിയൽസ് സ്റ്റോഴ്സിൽ അവൈലബിൾ ആക്കുക, ഓവറായിട്ട് മെറ്റീരിയൽസ് കുന്നുകൂടി കിടക്കുന്ന രീതിയിൽ പോകാതിരിക്കുക, അങ്ങനെ നമുക്ക് എക്സ്പെൻസ് കുറയ്ക്കാൻ സാധിക്കുക. ഇതൊക്കെയാണ് സ്റ്റോക്ക് ലെവൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, സ്റ്റോക്ക് ലെവൽ ഫിക്സ് ചെയ്യുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മെയിൻ ആയിട്ട് 5 ലെവൽസ് ആണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. മിനിമം സ്റ്റോക്ക് ലെവൽ, മാക്സിമം സ്റ്റോക്ക് ലെവൽ, റീഓർഡർ സ്റ്റോക്ക് ലെവൽ, ആവറേജ് സ്റ്റോക്ക് ലെവൽ, ഡേഞ്ചർ ലെവൽ. മിനിമം, ഇത് ഈ ഒരു ഓർഡർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാം. പക്ഷെ നമ്മൾ ഫോമുല പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം റീഓർഡറിന്റെ ഫോമുലയാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. അപ്പൊ എന്തായാലും മിനിമം സ്റ്റോക്ക് ലെവൽ, മാക്സിമം സ്റ്റോക്ക് ലെവൽ, റീഓർഡർ സ്റ്റോക്ക് ലെവൽ, ആവറേജ് സ്റ്റോക്ക് ലെവൽ, ഡേഞ്ചർ ലെവൽ. അപ്പൊ 5 ലെവൽസ് ഏതൊക്കെയാ? മിനിമം, മാക്സിമം, റീഓർഡർ, ആവറേജ്, ഡേഞ്ചർ. അപ്പൊ മിനിമം എന്നുള്ള വാക്ക് കേൾക്കുമ്പോ അറിയാലോ, മിനിമം സേഫ്റ്റി സ്റ്റോക്ക് ആണ്. മിനിമം ക്വാണ്ടിറ്റി അല്ലെ, മിനിമം ക്വാണ്ടിറ്റി ഓർ മിനിമം നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് മെറ്റീരിയൽ ടു ബി അവൈലബിൾ ഇൻ സ്റ്റോർസ് അറ്റ് എനി ടൈം. ഏത് സമയത്തും ഒരു ലിമിറ്റില്, മിനിമം ലിമിറ്റില് നമ്മൾ സ്റ്റോക്ക് അവൈലബിൾ ആക്കുക, മെറ്റീരിയൽസ് അവിടെ ഉണ്ടാവുക, സ്റ്റോറിൽ ഉണ്ടാവുക എന്നുള്ളതാണ് മിനിമം സ്റ്റോക്ക് ലെവൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഈ ലെവലിൽ വിട്ടുപോയി കഴിഞ്ഞാൽ, ഇഫ് ദ സ്റ്റോക്ക് എന്താണ് ഫാൾ ബിലോ ദിസ് ലെവൽ, എന്താണ് ഗോസ് ബിലോ ദിസ് ലെവൽ, പ്രൊഡക്ഷൻ മേ ബി interrupted അല്ലെ, held up for want of material. Production may be held up for want of material. This stock is also known as safety stock level. അപ്പൊ ഈ ലെവലിലോട്ട് താഴ്ന്നു പോകുമ്പോഴാണ് വീണ്ടും നമുക്ക് എന്ത് ചെയ്യുന്നത്, പ്രൊഡക്ഷനെ എഫക്റ്റ് ചെയ്യാനുള്ള ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സ് നിർത്തിവെക്കാനുള്ള ഒരു സാധ്യത വരും, അല്ലെങ്കിൽ മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുന്നതിൽ കുറവ് വരും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ട്. അപ്പോൾ നമ്മളൊരു സേഫ്റ്റിയിൽ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. അതാണ് മിനിമം സ്റ്റോക്ക് ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ മിനിമം സ്റ്റോക്ക് ലെവലിന്റെ അല്ലെങ്കിൽ മിനിമം സ്റ്റോക്ക് ലെവൽ ഫിക്സ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ടു അവോയ്ഡ് ദ കോസ്റ്റ് ഓഫ് അണ്ടർ സ്റ്റോക്കിംഗ്. അണ്ടർ സ്റ്റോക്കിങ്ങിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ മിനിമത്തിൽ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യേണ്ട വരും അല്ലേ? പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ എന്തൊക്കെ സംഭവിക്കും? പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ലേബർ, കോസ്റ്റ് ഓഫ് ഐഡിൽ പ്ലാന്റ് ആൻഡ് മെഷീനറി, ഐഡിൽ ലേബർ, നമ്മൾ പ്രൊഡക്ഷൻ നടക്കുന്നില്ലെങ്കിൽ നമ്മൾ ലേബേഴ്സിന് സാലറി കൊടുക്കേണ്ട വരും, വേജ് കൊടുക്കേണ്ട വരും. പ്ലാന്റ് അവിടെ ഐഡിലായിട്ട് മെഷീനറി യൂസ് ചെയ്യാതിരിക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ വരും. അങ്ങനെ പല പ്രശ്നങ്ങൾ വരും. അതുകൊണ്ടാണ് മിനിമം ഒരു സ്റ്റോക്ക് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയുന്നത്. മിനിമം സ്റ്റോക്ക് ലെവൽ എന്താന്ന് നമുക്ക് പഠിക്കാം. ഫോർമുലാസ് നമുക്ക് വേറൊരു ക്രമത്തിലാണ് പഠിക്കേണ്ടത്. അപ്പോഴാണ് നിങ്ങൾക്ക് മാത്സ് ഈ ഒരു പ്രോബ്ലം സോൾവ്
സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. മിനിമം സ്റ്റോക്ക് ലെവലിന്റെ തിയറി മനസ്സിലായല്ലോ. മിനിമം സ്റ്റോക്ക് ലെവൽ എന്താണ്? അടുത്തത് എന്താണ്? മാക്സിമം സ്റ്റോക്ക് ലെവൽ. മാക്സിമം സ്റ്റോക്ക് ലെവൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ വാക്കിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അറിയാലോ. സ്റ്റോക്ക് in hand should not normally allowed to exceed which is the stock. അപ്പോൾ എന്താണ്? മിനിമം സ്റ്റോക്ക് ലെവൽ is the level of stock above which the stock in hand not normally be allowed to exceed എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഒരു ലെവൽ വിട്ടു പോകാൻ പാടില്ല. അപ്പോൾ ഈ മാക്സിമം ഇത്ര യൂണിറ്റ്സ് മാത്രം, മാക്സിമം 10,000 യൂണിറ്റ്സ് മാത്രമേ സ്റ്റോഴ്സിൽ ആ ഒരു മെറ്റീരിയൽ എ ആണെങ്കിലും ബി ആണെങ്കിലും പാടുള്ളൂ. അതും കഴിഞ്ഞ് എന്ത് ചെയ്യരുത്? പോകരുത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും? അങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ സ്റ്റോറേജ് കോസ്റ്റ് കൂടും. ഓവർ സ്റ്റോക്കിങ്ങിന്റെ പ്രശ്നങ്ങളാണ് പറയുന്നത്. സ്റ്റോറേജ് കോസ്റ്റ് കൂടും, അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഇൻഷുറൻസ്, അതുപോലെ തന്നെ പലതരത്തിലുള്ള മെറ്റീരിയൽ ഡാമേജ് വരാനുള്ള സാധ്യത വരുന്നുണ്ട്. നമ്മുടെ ആവശ്യമില്ലാതെ നമ്മളുടെ പൈസ അതിൽ ബ്ലോക്കായി കിടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിന് പറ്റുന്ന രീതിയിൽ ഒരു ലെവൽ ഫിക്സ് ചെയ്യാണ് ഇവിടെ മാക്സിമം സ്റ്റോക്ക് ലെവൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ഈ ഫോർമുലാസ് ആണ് ഞാൻ പറയാം. ഫോർമുലാസ് ആദ്യം നമുക്ക് ഈ സംഭവം മനസ്സിലാക്കിയിട്ട് തിയറി നമുക്ക് മനസ്സിലാക്കിയിട്ട് ഫോർമുലയിലോട്ട് പോവാം. അടുത്തത് എന്താണ്? റീഓർഡർ സ്റ്റോക്ക് ലെവൽ. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചു മിനിമം, മാക്സിമം. നെക്സ്റ്റ് എന്താണ്? റീഓർഡർ സ്റ്റോക്ക് ലെവൽ. അപ്പൊ റീഓർഡർ ലെവൽ എന്ന് പറഞ്ഞാൽ എന്താ? റീഓർഡർ ലെവൽ അറ്റ് വിച്ച് ദ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് പ്ലേസസ് ഓർഡർ ഫോർ ഫ്രഷ് സപ്ലൈ ഓഫ് മെറ്റീരിയൽസ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഓർഡർ ചെയ്യുക. എപ്പോഴാണ് ഓർഡർ ചെയ്യുന്നത്? എപ്പോഴാണോ ഏത് ഒരു ലെവൽ ഫിക്സ് ചെയ്തിട്ടുണ്ട് ആ ലെവൽ എത്തുമ്പോ എന്ത് ചെയ്യും? ഈ ലെവൽ എന്ന് പറഞ്ഞ ഏകദേശം മാക്സിമത്തിനും മിനിമത്തിനും ഇടയിലുള്ള, അതായത് മാക്സിമം സ്റ്റോക്ക് ലെവലിനും മിനിമം സ്റ്റോക്ക് ലെവലിനും ഏകദേശം ഇടയിലായിട്ടുള്ള ഒരു പോയിന്റിൽ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും എന്ത് ചെയ്യും? മെറ്റീരിയൽസ് ഓർഡർ ചെയ്യും. അപ്പൊ ആ ഒരു ലെവലാണ് എന്താ? റീഓർഡർ സ്റ്റോക്ക് ലെവൽ. കണ്ടോ? റീഓർഡർ സ്റ്റോക്ക് ലെവൽ. അപ്പൊ മിനിമം ലെവലിൽ എത്തുന്നതിന് മുന്നേ നമ്മൾ ഇത് എന്ത് ചെയ്യും? ഫ്രഷ് ആയിട്ടുള്ള സപ്ലൈ നമുക്ക് കിട്ടണം. മനസ്സിലാവുന്നുണ്ടോ? The objective of fixing reorder level is to determine when a fresh order should be placed for replenishment of stock. അപ്പൊ എപ്പോഴാണ് നമ്മൾ റീഓർഡർ സ്റ്റോക്ക് ലെവൽ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് നമ്മൾ പർച്ചേസ് ഇനീഷ്യേറ്റ് ചെയ്യേണ്ടത്? ഏത് പോയിന്റിൽ വെച്ചിട്ടാണ് നമുക്ക് വീണ്ടും നമ്മൾ നെക്സ്റ്റ് ഒരു പർച്ചേസ് ഇനീഷ്യേറ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അതായത് സ്റ്റോക്ക് എന്ത് ചെയ്യാൻ പാടില്ല? തീരുന്നതിന് മുന്നേ, മെറ്റീരിയൽസ് തീരുന്നതിന് മുന്നേ നമ്മൾ ഇത് ചെയ്യണം അല്ലേ? അപ്പോൾ മിനിമത്തിനും മാക്സിമത്തിനും ഇടയിലെ ഏതോ ഒരു ലെവൽ, ഒരു സർട്ടൻ ലെവലിൽ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് നമ്മൾ റീഓർഡർ ചെയ്യുന്നത്. അത് നമ്മൾ ലെവൽ ഫിക്സ് ചെയ്യണം. ആ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ഫോർമുലാസ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പഠിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ മിനിമം, ഇതിന്റെ തിയറി നിങ്ങൾ മനസ്സിലാക്കാം. മിനിമം മനസ്സിലാക്കി. മിനിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേസ് ആണ്. ആ ബേസ് ലെവല് നമ്മൾ മെറ്റീരിയൽസ് കീപ്പ് ചെയ്യണം. മാക്സിമം എന്ന് പറഞ്ഞാൽ എബവ് വരുന്നതാണ് അല്ലെ? അതിന് മുകളിലോട്ട് എന്ത് ചെയ്യരുത്? 2 വര വരയ്ക്കുകയാണ്, പാരലലായിട്ട് 2 വര വരയ്ക്കുകയാണെങ്കിൽ താഴെയുള്ളത് മിനിമം, മുകളിലുള്ളത് എന്താണ്? മാക്സിമം. അതിന്റെ നടുവിലായിട്ട് വരുന്നത് എന്തായിരിക്കും? റീഓർഡർ ആയിരിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? ഇത് മനസ്സിലായോ? ഈ തിയറി മനസ്സിലാവുന്നുണ്ടോ? നെക്സ്റ്റ് ആണ് ആവറേജ് സ്റ്റോക്ക് ലെവൽ. ആവറേജ് അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ നോർമൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ആവറേജ് സ്റ്റോക്ക് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ സ്റ്റോറിൽ എപ്പോഴും ഒരു എന്താ പറയാ, നോർമലി നമ്മൾ കീപ്പ് ചെയ്യുന്ന ഒരു ലെവൽ ഓഫ് മെറ്റീരിയൽ, നമ്മുടെ സ്റ്റോക്ക് ലെവൽ എപ്പോഴും നമ്മുടെ സ്റ്റോറിൽ നമുക്ക് ഒരു ആവറേജ് ലെവലിൽ നമ്മൾ മെറ്റീരിയൽസ് മെയിൻറ്റെയിൻ ചെയ്യൂല. ആ ഒരു ലെവലാണ് എന്ത്? ആവറേജ് സ്റ്റോക്ക് ലെവൽ. ഇപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? ആവറേജ് സ്റ്റോക്ക് ലെവൽ ക്ലിയർ ആയോ? ആവറേജ് സ്റ്റോക്ക് ലെവൽ അല്ലെങ്കിൽ നോർമൽ സ്റ്റോക്ക് ലെവൽ എന്ന് പറയാം. നെക്സ്റ്റ് ആണ് ഡേഞ്ചർ ലെവൽ. ഡേഞ്ചർ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാലോ ഡേഞ്ചർ,
അത് ഇച്ചിരി പേടിക്കണം അല്ലേ. ഡേഞ്ചർ ലെവൽ എന്ന് പറഞ്ഞാൽ എന്താ, ബിലോ മിനിമം സ്റ്റോക്ക് ലെവൽ, അതായത് മിനിമം സ്റ്റോക്ക് ലെവലിനും താഴോട്ട് ഒരു സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ലെവലാണ് ഡേഞ്ചർ ലെവൽ. അപ്പോൾ ഈ ഒരു ലെവലിൽ വെച്ചിട്ട് നമ്മൾ മെറ്റീരിയൽസ് നോർമലി ഇഷ്യൂ ചെയ്യുന്നത് നിർത്തും. അതായത് ഒരാൾ 1000 യൂണിറ്റ് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് 1000 യൂണിറ്റ്സ് മെറ്റീരിയൽ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ 1000 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇഷ്യൂ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരും. അപ്പൊ മിനിമം ലെവലിന് താഴെയുള്ള ഒരു പോയിന്റ് ആണ്, അല്ലെങ്കിൽ താഴെ ഒരു ലെവൽ സെറ്റ് ചെയ്ത് ആ ലെവലാണ് ഡേഞ്ചർ ലെവൽ എന്ന് പറയുന്നത്. അപ്പോ ഡേഞ്ചർ പോയിന്റ്, സ്റ്റോർ കീപ്പർ മസ്റ്റ് മേക്ക് സ്പെഷ്യൽ അറേഞ്ച്മെന്റ്സ് ടു ഗെറ്റ് ഫ്രഷ് സപ്ലൈ സോ ദാറ്റ് പ്രൊഡക്ഷൻ മേ നോട്ട് ബി ഇന്ററപ്റ്റഡ് ഡ്യൂ ടു ദ അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽസ്. അപ്പോൾ ഈ ലെവലിലും താഴെ പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യണം, ഫ്രഷ് മെറ്റീരിയൽസ് വരുത്താനുള്ള നടപടികൾ സ്റ്റോഴ്സ് മാനേജർ, സ്റ്റോർ കീപ്പർ എന്ത് ചെയ്യണം, എടുക്കണം. അല്ലെങ്കിൽ അത് പ്രൊഡക്ഷനെ ബാധിക്കും. അപ്പൊ ഈ ലെവലിൽ വെച്ചിട്ട് മെറ്റീരിയൽ ഇഷ്യൂന് ഒരു റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തും. വളരെ സ്പെഷ്യൽ ആവശ്യങ്ങൾക്ക്, അല്ലെങ്കിൽ അത്ര കണ്ട് നമുക്ക് ഒട്ടും വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയിരിക്കും ഈ ഒരു ലെവലിൽ വെച്ചിട്ട് ആരെങ്കിലും മെറ്റീരിയൽസ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന, ഇഷ്യൂ ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് ഉള്ളത്, ഇപ്പൊ 5 ലെവൽസ് പറഞ്ഞു, മിനിമം, മാക്സിമം, റീഓർഡർ, പിന്നെന്താണ് ആവറേജ് സ്റ്റോക്ക് ലെവൽ, പിന്നെന്താണ് ഡേഞ്ചർ ലെവൽ. ഇനി അടുത്തത് റീഓർഡർ പീരിയഡ് എന്താണെന്നുള്ളതാ. റീഓർഡർ പീരിയഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ ടൈം റിക്വയർഡ് ഫോർ ഗെറ്റിംഗ് ഫ്രഷ് സപ്ലൈ ഓഫ് മെറ്റീരിയൽസ് ഓൺ പ്ലേസിംഗ് ആൻ ഓർഡർ. അപ്പോൾ ഒരു ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ നമ്മൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞ് മെറ്റീരിയൽസ് വരണമല്ലോ, ആ വരാനെടുക്കുന്ന ഒരു സമയമാണ് റീഓർഡർ പീരിയഡ് എന്ന് പറയുന്നത്. അപ്പൊ റീഓർഡർ പീരിയഡ് ഈസ് ദ ടൈം റിക്വയർഡ് ഫോർ ഗെറ്റിംഗ് ഫ്രഷ് സപ്ലൈ ഓഫ് മെറ്റീരിയൽസ് ഓൺ പ്ലേസിംഗ് ആൻ ഓർഡർ. ഇറ്റ് ക്യാൻ ഓൾസോ ബി കോൾഡ് ലീഡ് ടൈം. അപ്പൊ ലീഡ് ടൈം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഓർഡർ കൊടുത്ത് ആ ഓർഡർ വഴി നമ്മൾ ഒരു പർച്ചേസ് ഓർഡർ ഇനീഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞ് മെറ്റീരിയൽസ് നമുക്ക് കിട്ടുന്ന ആ ഒരു ടൈം ഗ്യാപ്പാണ് ലീഡ് ടൈം അഥവാ റീഓർഡർ പീരിയഡ് എന്ന് പറയുന്നത്. അപ്പോൾ there may be minimum reorder period and maximum reorder period. അപ്പോൾ ഇത്ര മുതൽ 3 to 6 വീക്സ് എടുക്കും, അല്ലെങ്കിൽ 4 മുതൽ 6 ആഴ്ച, അല്ലെങ്കിൽ 2 മുതൽ 4 ആഴ്ച, 3 ആഴ്ച, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. അപ്പോൾ എന്തായാലും ഇത് ഡേയ്സിലും വീക്സിലും മന്ത്സിലും ഒക്കെ എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ നോർമൽ, അപ്പോൾ ആവറേജ് അല്ലെങ്കിൽ നോർമൽ ആവറേജ് എന്നൊക്കെ കേൾക്കുമ്പോൾ ആവറേജ് റീഓർഡർ പീരിയഡ് അല്ലെങ്കിൽ നോർമൽ റീഓർഡർ പീരിയഡ് എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം, മിനിമം റീഓർഡർ പീരിയഡ് പ്ലസ് മാക്സിമം റീഓർഡർ പീരിയഡ് ഡിവൈഡ് ബൈ 2 ആണ് ഫോർമുല. ഇത് ഞാൻ പ്രത്യേകം പറഞ്ഞതാണ് കേട്ടോ, നമ്മൾ ബാക്കി ഫോർമുലാസ് പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ റീഓർഡർ പീരിയഡിന്റെ ഫോർമുല എന്താണ്, മിനിമം റീഓർഡർ പീരിയഡ്, ആവറേജ് റീഓർഡർ പീരിയഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ് മിനിമം റീഓർഡർ പീരിയഡ് പ്ലസ് മാക്സിമം റീഓർഡർ പീരിയഡ് ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ഫോർമുലയായിട്ട് പഠിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഫോർമുലാസ് പഠിക്കുമ്പോൾ ആദ്യം പഠിക്കേണ്ട ഫോർമുല എന്ന് പറയുന്നത് റീഓർഡർ ലെവലിൻ്റെയാണ്. ആദ്യം നമ്മൾ പഠിക്കേണ്ട ഫോർമുല റീഓർഡർ ലെവലിൻ്റെയാണ്. അപ്പോൾ ആദ്യം നമുക്ക് റീഓർഡർ ലെവൽ പഠിച്ചാലോ. ഇതാണ് റീഓർഡർ ലെവലിന്റെ ഫോർമുല. റീഓർഡർ ലെവൽ മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരിയഡ്. റീഓർഡർ ലെവൽ ഇസ് ഈക്വൽ ടു മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരിയഡ്. ഇതൊരു ഫോർമുലയാണ്. അതല്ല എന്നുണ്ടെങ്കിൽ മിനിമം സ്റ്റോക്ക് ലെവൽ പ്ലസ് കൺസംഷൻ ഡ്യൂറിങ് ദ റീഓർഡർ പീരിയഡ്. മിനിമം സ്റ്റോക്ക് ലെവൽ പ്ലസ് കൺസംഷൻ ഡ്യൂറിങ് ദ റീഓർഡർ പീരിയഡ്. അപ്പൊ റീഓർഡർ ലെവൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഈ ഫസ്റ്റത്തെയാണ്. അപ്പൊ റീഓർഡർ ലെവൽ എന്ന് പറഞ്ഞാൽ മാക്സിമം കൺസംഷൻ, മാക്സിമം ഉപയോഗം ഇൻറ്റു മാക്സിമം റീഓർഡർ പീരിയഡ്. മാക്സിമം എത്ര ദിവസം എടുക്കും എന്നുള്ളത്. അപ്പൊ റീഓർഡർ ലെവൽ എങ്ങനെ കണ്ടുപിടിക്കും,
മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ്. ഈ പറയുന്ന സമയത്ത് തന്നെ പഠിച്ചു പോവാ. റീഓർഡർ ലെവൽ ഈസ് ഈക്വൽ ടു മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ്. റീഓർഡർ ലെവൽ ഈസ് ഈക്വൽ ടു മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ്. പഠിച്ചോ? മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ്. അപ്പൊ ഓക്കെ, അപ്പൊ റീഓർഡർ ലെവൽ പഠിച്ചല്ലോ. എന്താ റീഓർഡർ ലെവല്? റീഓർഡർ ലെവൽ ഈസ് ഈക്വൽ ടു മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന മിനിമം സ്റ്റോക്ക് ലെവലിന്റെ ഫോർമുലയാണ്. മിനിമം സ്റ്റോക്ക് ലെവൽ. മിനിമം സ്റ്റോക്ക് ലെവലിന്റെ ഫോർമുല ശരിക്കും ശ്രദ്ധിച്ചു നോക്കുക. റീഓർഡർ ലെവൽ. നമ്മളിപ്പോ റീഓർഡർ ലെവൽ പഠിച്ചില്ലേ? റീഓർഡർ ലെവലിന്റെ ഫോർമുല എന്താ പഠിച്ചത്? മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ്. അപ്പൊ മിനിമം സ്റ്റോക്ക് ലെവൽ കണ്ടുപിടിക്കാൻ റീഓർഡർ ലെവൽ ആവശ്യമാണ് അല്ലേ? റീഓർഡർ ലെവൽ മൈനസ് നോർമൽ കൺസംഷൻ ഇൻറ്റു നോർമൽ റീഓർഡർ പീരീഡ്. നോർമൽ എന്ന് തരാം, അല്ലെങ്കിൽ ആവറേജ് എന്നൊക്കെ ക്വസ്റ്റ്യനിൽ തരാം. അപ്പൊ റീഓർഡർ ലെവൽ മൈനസ് ആവറേജ് കൺസംഷൻ ഇൻറ്റു ആവറേജ് റീഓർഡർ പീരീഡ്. ആവറേജും നോർമൽ സെയിം തന്നെയാണ് കേട്ടോ. അപ്പൊ മിനിമം സ്റ്റോക്ക് ലെവലിന്റെ ഫോർമുല എന്താണ്? റീഓർഡർ ലെവൽ മൈനസ് നോർമൽ കൺസംഷൻ ഇൻറ്റു നോർമൽ റീഓർഡർ പീരിയഡ്. മിനിമത്തിൽ പോകുന്നവരൊക്കെ നോർമൽ ആയിരിക്കും, മിനിമത്തിൽ പോകുന്നവരൊക്കെ ആവറേജ് ആയിരിക്കും, ആവറേജ് രീതിയിലെല്ലാം ചെയ്യുന്നവരായിരിക്കും. ഒരു കോഡ് പറഞ്ഞതാണ്. മിനിമം സ്റ്റോക്ക് ലെവൽ ഈസ് ഈക്വൽ ടു റീഓർഡർ ലെവൽ മൈനസ് നോർമൽ കൺസംഷൻ ഇൻറ്റു നോർമൽ റീഓർഡർ പീരിയഡ്. മിനിമം സ്റ്റോക്ക് ലെവൽ ഈസ് ഈക്വൽ ടു റീഓർഡർ ലെവൽ മൈനസ് നോർമൽ കൺസംഷൻ ഇൻറ്റു നോർമൽ റീഓർഡർ പീരിയഡ്. പഠിച്ചോ എന്ന് വിശ്വസിക്കുന്നു. ഇനി മാക്സിമം സ്റ്റോക്ക് ലെവലിന്റെ ഫോർമുല എന്താണ്? മാക്സിമം സ്റ്റോക്ക് ലെവൽ ഈസ് ഈക്വൽ ടു, ഇവിടെയും റീഓർഡർ ലെവൽ വരുന്നുണ്ട്, റീഓർഡർ ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി. അപ്പൊ മാക്സിമം വന്നപ്പോ ക്വാണ്ടിറ്റിയും കൂടെ വന്നു. റീഓർഡർ ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി മൈനസ് മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ്. അപ്പൊ മാക്സിമം വരുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ഓർക്കുക, മിനിമം വരുമ്പോൾ ആവറേജ് ഓർക്കുക. മിനിമം സ്റ്റോക്ക് ലെവൽ പഠിച്ചപ്പോൾ എന്താ നമ്മൾ പറയാ? ആവറേജ് റീഓർഡർ ലെവൽ മൈനസ് ആവറേജ് കൺസംഷൻ ഇൻറ്റു ആവറേജ് റീഓർഡർ പീരിയഡ് ആണ് മിനിമം സ്റ്റോക്ക് ലെവൽ. അപ്പൊ മാക്സിമം സ്റ്റോക്ക് ലെവൽ വരുമ്പോൾ റീഓർഡർ ലെവലും വരും, ക്വാണ്ടിറ്റിയും വരും. റീഓർഡർ ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി മൈനസ് മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരിയഡ്. കൺഫ്യൂസിങ് ആണോ? അല്ല, കൺഫ്യൂസിങ് അല്ലല്ലോ. മിനിമം സ്റ്റോക്ക് ലെവൽ പറയുമ്പോൾ മിനിമം എന്ന് ഓർക്കുമ്പോൾ തന്നെ എപ്പോഴും ആവറേജ് അല്ലെങ്കിൽ നോർമൽ എന്നുള്ള വാക്ക് ഓർത്താൽ മതി. അവിടെ റീഓർഡർ ക്വാണ്ടിറ്റി എന്നുള്ളത് ഒഴിവാക്കുക. അപ്പോൾ മിനിമം സ്റ്റോക്ക് ലെവൽ ഈസ് ഈക്വൽ ടു റീഓർഡർ ലെവൽ മൈനസ് നോർമൽ കൺസംഷൻ ഇൻറ്റു നോർമൽ റീഓർഡർ പീരിയഡ്. ഇനി മാക്സിമം സ്റ്റോക്ക് ലെവൽ വരുമ്പോൾ ക്വാണ്ടിറ്റിയും കൂടെ കടന്നു വരുമെന്ന് ഓർക്കുക. റീഓർഡർ ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി മൈനസ് മാക്സിമത്തിന്റെ കാര്യം പറയാം, മിനിമം ഓർക്കണം, മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരിയഡ്. ഒരു ലോജിക്ക് വെച്ചിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോർമുല ഈസി ആയിട്ട് പറ്റും. അപ്പൊ റീഓർഡർ ലെവൽ സ്റ്റോക്ക് ലെവൽ പഠിച്ചത് മറന്നുപോയോ? റീഓർഡർ സ്റ്റോക്ക് ലെവൽ എന്താ പഠിച്ചത്? മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരിയഡ്. അപ്പൊ റീഓർഡർ വരുമ്പോൾ മാക്സിമം വരും, മിനിമം വരുമ്പോൾ ആവറേജ് അല്ലെങ്കിൽ നോർമൽ വരും, മാക്സിമം വരുമ്പോൾ മിനിമം വരും. ഇങ്ങനെ ഒരു കണക്ഷൻ ഞാൻ അങ്ങനെ കണക്ഷൻ വെച്ചപ്പോഴാട്ടോ എനിക്ക് കിട്ടിയത്. ഞാൻ വേണമെങ്കിൽ ഇപ്പൊ പറയാം. മിനിമം സ്റ്റോക്ക് ലെവൽ ഈസ് ഈക്വൽ ടു റീഓർഡർ ലെവൽ മൈനസ് നോർമൽ കൺസംഷൻ അല്ലെങ്കിൽ ആവറേജ് കൺസംഷൻ ഇൻറ്റു ആവറേജ് റീഓർഡർ പീരിയഡ്. ഇനി മാക്സിമം സ്റ്റോക്ക് ലെവൽ എന്ന് പറയുമ്പോൾ അവിടെ ക്വാണ്ടിറ്റിയും കൂടെ വന്നു. റീഓർഡർ ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി മൈനസ് മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരിയഡ്. ഇനി റീഓർഡർ ലെവൽ വന്നപ്പോൾ എന്ത് വന്നു? മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരിയഡ്. ഇനി അടുത്തത് ആവറേജ് സ്റ്റോക്ക് ലെവൽ. ആവറേജ് സ്റ്റോക്ക് ലെവൽ എന്ന് പറഞ്ഞാൽ മിനിമം ലെവൽ പ്ലസ് രണ്ട് ഫോർമുല ഉണ്ട്. ഒന്നെങ്കിൽ ഇത് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാം. ആവറേജ് സ്റ്റോക്ക് ലെവൽ എന്ന് പറഞ്ഞാൽ മിനിമം സ്റ്റോക്ക് ലെവൽ പ്ലസ് ഹാഫ് ഓഫ് റീഓർഡർ ക്വാണ്ടിറ്റി. ആവറേജ് സ്റ്റോക്ക് ലെവൽ എന്ന് പറഞ്ഞാൽ മിനിമം സ്റ്റോക്ക് ലെവൽ പ്ലസ് ഹാഫ് ഓഫ് റീഓർഡർ ക്വാണ്ടിറ്റി.
ഇതൊരു ഫോർമുല. അല്ലെങ്കിൽ മിനിമം ലെവൽ പ്ലസ് മാക്സിമം ലെവൽ ഡിവൈഡഡ് ബൈ 2 ഏത് വേണമെങ്കിലും ഉപയോഗിക്കും. പക്ഷെ രണ്ടിലും സെയിം ആൻസർ അല്ല കേട്ടോ കിട്ടുന്നത്, രണ്ടിലും രണ്ട് ആൻസറാണ് കിട്ടുന്നത്. അപ്പോൾ ആവറേജ് സ്റ്റോക്ക് ലെവൽ, ആവറേജ് മിനിമം സ്റ്റോക്ക് ലെവൽ പ്ലസ് ഹാഫ് ഓഫ് റീ ഓർഡർ ക്വാണ്ടിറ്റി എന്നുള്ള ഫോർമുലയോ, അല്ലെങ്കിൽ മിനിമം ലെവൽ പ്ലസ് മാക്സിമം ലെവൽ ഡിവൈഡഡ് ബൈ 2 ഏത് വേണമെങ്കിലും ചെയ്യാം. ക്ലിയർ ആയോ? ഫോർമുലാസ് നന്നായി പഠിക്കണം. ഇനി ഡേഞ്ചർ സ്റ്റോക്ക് ലെവൽ ഈസ് ഈക്വൽ ടു ആവറേജ് കൺസംഷൻ, നമ്മുടെ ആവറേജ് കൺസംഷൻ ഇൻ ടു എമർജൻസി സപ്ലൈ ടൈം. ഡേഞ്ചർ സ്റ്റോക്ക് ലെവൽ ഈസ് ഈക്വൽ ടു ആവറേജ് കൺസംഷൻ ഇൻ ടു എമർജൻസി സപ്ലൈ ടൈം. ആവറേജ് കൺസംഷൻ ഇൻറ്റു എമർജൻസി സപ്ലൈ ടൈം. എമർജൻസി ആയിട്ട് നമുക്ക് എത്ര മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യേണ്ടി വരും, അതാണ് നമ്മളിവിടെ പറയുന്നത്. ആവറേജ് കൺസംഷൻ ഇൻറ്റു എമർജൻസി സപ്ലൈ ടൈം. ഡേഞ്ചർ സ്റ്റോക്ക് ലെവൽ എന്താണ്? ആവറേജ് കൺസംഷൻ ഇൻറ്റു എമർജൻസി സപ്ലൈ ടൈം. ഇനി റീ ഓർഡർ പീരിയഡ് നമ്മൾ പറഞ്ഞല്ലോ. റീ ഓർഡർ പീരിയഡിൽ നമ്മൾ ആവറേജ് റീ ഓർഡർ പീരിയഡ് അല്ലെങ്കിൽ നോർമൽ റീ ഓർഡർ പീരിയഡ് എങ്ങനെയാ? മിനിമം റീ ഓർഡർ പീരിയഡ് പ്ലസ് മാക്സിമം റീ ഓർഡർ പീരിയഡ് ഡിവൈഡഡ് ബൈ 2. അപ്പൊ ക്ലിയർ ആയോ? ഫോർമുലാസ് ഒക്കെ പഠിച്ചോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നാളെ ആവുമ്പോ നമ്മൾ ഈ ഫോർമുല നിങ്ങൾ പക്കയായിട്ട് പഠിക്കണം, എഴുതി വെച്ച് പഠിക്കണം. മിനിമം ആദ്യം റീ ഓർഡർ ലെവൽ, അതിനുശേഷം മിനിമം സ്റ്റോക്ക് ലെവൽ, മാക്സിമം സ്റ്റോക്ക് ലെവൽ, അതിനുശേഷം നിങ്ങൾ എഴുതേണ്ടത് ആവറേജ് സ്റ്റോക്ക് ലെവൽ, അതിനുശേഷം ഡേഞ്ചർ ലെവൽ, പിന്നെ റീ ഓർഡർ പീരീഡ്. ഇത് മൊത്തം പഠിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യാം, നാളെ നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലംസ് ചെയ്യാം. 2-3 പ്രോബ്ലംസ് നമുക്ക് നാളെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.